കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറുമാണ് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ്. ഇ ശ്രീധരനെ പോലൊരു വ്യക്തിത്വത്തെ പരാജയപ്പെടുത്തിയതിൽ നിന്നും കെ ശൈലജയെ പോലെ ജനകീയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ നേടിയ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവുമെല്ലാം ഷാഫിയുടെ ജനകീയതയുടെ ആഴം വ്യക്തമാക്കുന്ന സംഭവമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവതലമുറകൾക്കുമിടയിൽ വലിയ സ്വീകാര്യത ഷാഫിക്ക് ഇന്ന് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന, പാർട്ടിയോടുള്ള അചഞ്ചലമായ കൂറു പുലർത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഷാഫി പറമ്പിൽ. ഷാഫിയെ സംബന്ധിച്ച് 2026 MLA ആയി തുടർന്നിരുന്നുവെങ്കിൽ UDF അധികാരത്തിലെത്തിയാൽ അദ്ദേഹം ഒരു മന്ത്രി പദവിയിലെത്തുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫിയോട് വടകര പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിക്കുവാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്നത്. തനിക്ക് ഏറ്റവും അർഹമായ ഒരു മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒരുങ്ങുന്നു എന്നറിഞ്ഞിട്ട് പോലും ഈ തീരുമാനം കടുകിട പോലും ചോദ്യം ചെയ്യാതെയാണ് വടകരയിലേക്ക് ഷാഫി മത്സരത്തിനായി പോയതും ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിച്ച് അവിടുത്തെ ജനഹൃദയങ്ങൾ കീഴടക്കി ലക്ഷത്തിലധികം വോട്ടുകൾക്ക് കെ ശൈലജയെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ MP ആയി തീർന്നു. എന്നാൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയോടുള്ള കൂറ് എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തെ അന്ധമായി അനുസരിക്കുക എന്ന സമീപനമല്ല. നേരെ മറിച്ച് പാർട്ടി നേതൃത്വത്തിലുള്ളവർക്ക് തെറ്റുപറ്റിയാൽ അത് ചൂണ്ടിക്കാട്ടുവാനുള്ള ആർജവവും വേണ്ടി വന്നാൽ ജനകീയ ഇടപെടലിലൂടെ തന്നെ അത് തിരുത്തിക്കുവാനുള്ള കൈക്കരുത്തും ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഷാഫി പറമ്പിൽ എന്ന നേതാവ് ആസ്വദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ നിയമസഭാ പ്രവേശം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിവാദമുണ്ടായപ്പോൾ രാഹുലിന് വേണ്ടി പാർട്ടി വേദികളിൽ പോലും ഷാഫി ശക്തമായി വാദമുഖങ്ങളൊന്നും തന്നെ ഉയർത്തിയിരുന്നില്ല. പാർട്ടി നേതൃത്വം കൈക്കൊണ്ടുള്ള സമീപനത്തെ എതിർപ്പുണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ഷാഫി കൂടി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ വിവാദമുയർന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും രാഹുലിനെതിരെ ആധികാരികമായ ഒരു തെളിവുകൾ പോലും പുറത്തു വരാത്ത സാഹചര്യത്തിൽ, രാഹുലിനെതിരെ ഒരു ഇര പോലും മൊഴി കൊടുക്കാത്ത സാഹചര്യത്തിൽ, രാഹുലിനെതിരെ ഒരു പരാതി പോലും ഔപചാരികമായി സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ രാഹുൽ വിഷയത്തിൽ ഒരു പുനർചിന്തനം വേണമെന്ന് ഷാഫി VD സതീശൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ഷാഫി മാത്രമല്ല, കോൺഗ്രസ് A വിഭാഗത്തിലെ ഒരു പിടി നേതാക്കൾ ഈ വാദമുഖം മുന്നോട്ട് വെച്ചവരാണ്. എന്നാൽ VD സതീശൻ തന്റെ പിടിവാശി തുടരുകയും തനിക്ക് നേരെ ഉയരുന്ന സൈബർ അറ്റാക്കുകൾക്ക് പിന്നിൽ ഷാഫിയാണെന്ന സംശയം പോലും പല ഘട്ടത്തിലും പറയാതെ പറയുകയും ചെയ്തു. ഇവിടെയാണ് VD സതീശന് തെറ്റുപറ്റുന്നതും ഷാഫി പറമ്പിൽ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതും. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പോലുള്ള യുവ നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സമർത്ഥമായി വിനിയോഗിച്ചവർ തന്നെയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയില്ലെന്നോ അവർ റിയൽ രാഷ്ട്രീയക്കാർ മാത്രമാണെന്നോ അല്ല. നേരെ മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അവരുടെ സ്വീകാര്യത ഒരു പ്രദേശത്ത് മാത്രമായി ഒതുക്കി നിർക്കാതെ കേരളത്തിലെമ്പാടും പടർന്നു പന്തലിപ്പിക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളെ അവർ സമർത്ഥമായി വിനിയോഗിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളൊന്നും ഏതെങ്കിലും ഒരു പെയ്ഡ് ഏജൻസികളോ സൈബർ പോരാളികളോ നടത്തുന്നതല്ല. നേരെ മറിച്ച് സർവ്വസാധാരണക്കാരായ ജനങ്ങളാണ് തങ്ങളുടെ മനോവികാരം സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലിന് അനുകൂലമായി വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഒരുപിടി സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും പൊതുസമൂഹവും ഇന്നും വിശ്വസിക്കുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയും പോലുള്ള നേതാക്കൾ പിണറായി വിജയനോട് കൂടിച്ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുരുതി കൊടുത്തു എന്നാണ്. അതിന്റെ അർത്ഥം രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും പിണറായിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്നല്ല. നേരെ മറിച്ച് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെയും ജനങ്ങൾ അത്രമാത്രം വെറുത്തു എന്നാണ്. അതിനാൽ തന്നെ പിണറായിക്കെതിരെ എല്ലാ ഘട്ടത്തിലും സുവ്യക്തമായ നിലപാടുകളുമായി ആഞ്ഞടിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ എന്തു തെറ്റിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ തള്ളിപ്പറയുവാൻ തയ്യാറല്ല. രാഹുൽ എന്ന വ്യക്തിയുടെ വ്യക്തിപരമായ ചില സ്വഭാവ ദൂഷ്യങ്ങൾ പോലും പിണറായി വിജയനെ എതിർക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൽ ഒരു ഘടകമാകുന്നില്ല എന്ന പൊതുവികാരമാണ് പൊതുജനങ്ങൾക്കുള്ളത്. ഈ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫി VD സതീശനെയും കോൺഗ്രസ് നേതൃത്വത്തെയും തിരുത്തുവാനും രാഹുലിനെ പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുമായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നിയമസഭയിലെത്തിയ രാഹുൽ ശനിയാഴ്ച സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് തിരുവനന്തപുരത്തെ സാഹചര്യമാവില്ല പാലക്കാട്ട് എന്നാണ്. രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി BJPയും CPMും അവിടെ നിലയുറപ്പിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതും മുൻപേ കണ്ടു തന്നെ വെട്ടിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന കരുത്തനായ നേതാവ് എന്നതുകൂടി നാം തിരിച്ചറിയണം. ഷാഫിയെ സംബന്ധിച്ച് VK ശ്രീകണ്ഠന്റെയും പാലക്കാട് DCCയുടെയും കൂടി പിന്തുണ ഉറപ്പാക്കിയിട്ടാണ് രാഹുലിനെ മണ്ഡലത്തിലെത്തിക്കുവാൻ അദ്ദേഹം കരുക്കൾ നീക്കുന്നത്. അതിനാൽ തന്നെ BJPയോ CPMോ രാഹുലിനെ തെരുവിൽ വേട്ടയാടുവാൻ ഇറങ്ങിയാൽ പാർട്ടി തീട്ടൂരങ്ങൾ ലംഘിച്ചുകൊണ്ട്
കോൺഗ്രസ് നേതാക്കളുടെ തീട്ടൂരങ്ങൾ ലംഘിച്ചുകൊണ്ട് സർവ്വസാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും രാഹുലിന് വേണ്ടി പ്രതിരോധം തീർക്കുവാൻ പാലക്കാടിന്റെ മണ്ണിലും അണിനിരക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. അയാൾക്ക് ജനഹിതം നന്നായി വായിച്ചറിയാൻ സാധിക്കും. അത്തരത്തിൽ കൃത്യമായി ജനഹിതം വായിച്ചറിഞ്ഞതുകൊണ്ടാണ് 3 വട്ടം പാലക്കാട് നിന്നും 1 വട്ടം വടകരയിൽ നിന്നും ഷാഫി വിജയിച്ചതെന്ന് മാത്രമല്ല കേരളം ഒട്ടാകെ അദ്ദേഹത്തിനൊരു സ്വീകാര്യതയുണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ഷാഫി ഇവിടെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, രാഹുലിനെ അകറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് പൊതുസമൂഹത്തിനുള്ളിൽ വലിയ അവമതിപ്പുണ്ടാക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്നും. അതിനാൽ തന്നെ രാഹുലിനെതിരെ വളരെ സോളിഡായിട്ടുള്ള വിശ്വസനീയമായ ആരോപണങ്ങൾ ഉയർന്നു വരാത്ത ഘട്ടത്തിൽ അയാളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അയാളെ തമസ്കരിക്കാതെ പാർട്ടിക്ക് ഉപകാരമാകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഷാഫി പറമ്പിലിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കൾക്കുമുള്ളത്. വി.ഡി. സതീശന്റെ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങുവാൻ അവർ തയ്യാറല്ല. സതീശനെ തിരുത്തുവാനും രാഹുലിനെ ചേർത്ത് നിർത്തുവാനുമുള്ള നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുകയാണ്. നമുക്കറിയാമല്ലോ, 2006 CPM പോലൊരു കേഡർ സംഘടനയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്ന സാഹചര്യം രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം വന്നപ്പോൾ കേരളത്തിലെമ്പാടും ജനങ്ങൾ തെരുവിലിറങ്ങിയാണ് CPM-നെ കൊണ്ടും സാക്ഷാൽ പിണറായി വിജയനെ കൊണ്ടും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് തിരുത്തൽ വരുത്തിയത്. എന്നാൽ ഇന്ന് കൂടുതൽ സമകാലീനമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലാണ് കേരളത്തിന്റെ പൊതുവികാരം പ്രതിഫലിക്കുന്നത്. പൊതുജനം തെരുവിലല്ല, പൊതുജനം സമൂഹ മാധ്യമങ്ങളിലാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവർ ഉയർത്തുന്ന മുറവിളികൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത പരാജയമായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന കാര്യത്തിലും സംശയമില്ല. കോൺഗ്രസ് അങ്ങനെ പരാജയപ്പെട്ടാൽ ഇടതുമുന്നണിയുടെ CPM-ന്റെ പിണറായി വിജയന്റെ ദുർഭരണം കേരളത്തിൽ തുടരുമെന്ന കാര്യത്തിലുള്ള തിരിച്ചറിവ് തന്നെയാണ് നേതൃത്വത്തെ തിരുത്തുവാനും പാർട്ടിയെ വെല്ലുവിളിക്കുവാനും ഒരു രീതിയിൽ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവിനെ നിർബന്ധിതനാക്കുന്നത്. ഒരിക്കലും ഇത് കോൺഗ്രസിനോടുള്ള പോരാട്ടമല്ല, നേരെ മറിച്ച് രാഷ്ട്രീയ യാഥാർത്ഥ്യവും ജനവികാരവും മനസ്സിലാക്കാത്ത ചില നേതാക്കളോടുള്ള ഒരു പോരാട്ടമാണ്. അത് വ്യക്തിപരമല്ല, ഒരു തിരുത്തലാണ്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന നിലപാടുകളിലേക്കാണ് ഷാഫി പറമ്പിൽ ഈ പാർട്ടിയെയും ഇതിലെ നേതാക്കളെയും നയിക്കുന്നത്. ഷാഫിയുടെ ഈ പോരാട്ടത്തിന് പിന്തുണയുമായി ലക്ഷക്കണക്കിന് മലയാളികൾ സമൂഹ മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും സജീവമാണെന്നതുകൂടി നാം മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ നിയമത്തിന്റെ രീതിയിൽ പോകട്ടെ, അയാളെ കുറ്റം വിധിക്കട്ടെ. അങ്ങനെ അയാൾക്കെതിരെ ആധികാരികമായ തെളിവുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി മാതൃകായോഗ്യമായ അച്ചടക്ക നടപടികൾ എടുക്കട്ടെ. ബലാത്സംഗ കേസിലെ പ്രതികളെയും പീഡനവീരന്മാരെയും ട്രഷറി ബെഞ്ചുകളിൽ സംരക്ഷിക്കുന്ന CPM-ന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ നാട്ടിൽ എല്ലാ കൊള്ളരുതായ്മകൾക്കും കുടപിടിക്കുന്ന BJP നേതാക്കളെ സംരക്ഷിക്കുന്ന BJP-യുടെയും തീട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ അവരുടെ നേരെ കൈവിരലുകൾ ചൂണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തുവാൻ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് തീരുമാനമെടുക്കുമ്പോൾ ഹൃദയം കൊണ്ട് അതിനെ അഭിനന്ദിക്കുന്ന, തുറന്നു പറഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേതൃത്വം തിരുത്തുവാൻ തയ്യാറായില്ലെങ്കിൽ അവർ ഒന്നായി ഷാഫി എന്ന യുവ നേതാവിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് പാർട്ടിയുടെ കടിഞ്ഞാൻ ഷാഫി പറമ്പിൽ എന്ന നേതാവിലേക്ക് കൈമാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഷാഫിയെ ആവശ്യമുള്ളതുപോലെ തന്നെ ഷാഫിക്ക് കോൺഗ്രസ് പാർട്ടിയെയും ആവശ്യമുണ്ട്. അത് കൃത്യമായി തിരിച്ചറിയുന്നതിനാൽ തന്നെയാണ് കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ഷാഫി ഈ കരുനീക്കങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. നമുക്കറിയാമല്ലോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോരിനിറങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ A.P. അനിൽകുമാറും PC വിഷ്ണുനാഥും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും എല്ലാം മത്സര രംഗത്തുള്ളവരായിരിക്കും. അതിനാൽ തന്നെ കേരളമെമ്പാടും ഓടി നടന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം ഏകോപിപ്പിക്കുവാനും ഒരു സ്റ്റാർ ക്യാമ്പയിനറായി കോൺഗ്രസിനെ മുന്നിൽ നയിക്കുവാനും ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യം കോൺഗ്രസ് പാർട്ടിക്ക് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. രാഹുലിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഷാഫി തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാട് തന്നെയാണ് ഷാഫിക്കുള്ളത്. അതിന്റെ പേരിൽ തന്നെ കല്ലെറിയാൻ വരുന്നത് പിണറായി വിജയന് നേരെ കല്ലെറിഞ്ഞിട്ടാവണം എന്ന് മാത്രമാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. തന്നെ വടകരയിൽ വഴി തടഞ്ഞപ്പോഴാണ് അദ്ദേഹം DYFI പ്രവർത്തകർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയതും അവരെ തുരത്തി ഓടിച്ചതും.
ഈ ഘട്ടത്തിലെല്ലാം പാർട്ടിയോട് ചേർന്ന് നിന്ന ഷാഫി പറമ്പിൽ ഇന്ന് രാഹുലിനെ നിയമസഭയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ജനവികാരവും ഹൃദയവികാരവുമാണെന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ്. ഈ ജനവികാരത്തോടും ഹൃദയവികാരത്തോടും ഒപ്പം നിന്നുകൊണ്ട് വളർന്ന നേതാവാണ് പാർട്ടി. ആ വളർച്ചയുടെ ഭാഗമാക്കി ആ വളർച്ചയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൂടി കൈപിടിച്ചുയർത്തുവാനും കോൺഗ്രസിനെ 2026 വിട്ടുവീഴ്ചയില്ലാതെ അധികാരത്തിൽ എത്തിക്കുവാനും നിസ്വാർത്ഥമായി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഷാഫി പറമ്പിലിന്റെ നീക്കങ്ങൾക്ക് കോൺഗ്രസിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് എന്ന രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.